ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഒരു കാലത്ത് നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന, നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന, നമ്മൾ കൂടുതൽ വീക്ഷിച്ചിരുന്ന, എന്തിനേറെ നമ്മൾ കൂടുതൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് മറക്കാൻ കഴിയുക. ഒന്നെങ്കിൽ ഒരു ലവ് അഫെയറിൽ പെട്ടുകൊണ്ട് വല്ലാതെ അടുക്കുകയും പിന്നീട് ആ ചിന്ത തന്നെ മനസ്സിൽ വല്ലാതെ അലട്ടുകയും ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധം നമ്മോട് വല്ലാതെ അടുത്ത ആ ചങ്ങാതിമാരെ എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്താം? കൂട്ടുകാരെ, ഒരല്പം ടിപ്സുകൾ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നന്നായി ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരികയാണ് എങ്കിൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്കിവിടെ വിജയം കണ്ടെത്താൻ കഴിയും. ആദ്യമായി ഫസ്റ്റ് വൺ ചെയ്യേണ്ട കാര്യം ഓർമ്മകളെ നശിപ്പിച്ചു കളയലാണ്. ആ കൂട്ടുകാരനുമായി ആ കൂട്ടുകാരിയുമായി നിങ്ങൾ സൗഹൃദം പങ്കിടുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം ഉണ്ടാക്കിയ ചില ഓർമ്മകൾ, ഉദാഹരണം ഓട്ടോഗ്രാഫുകൾ ചിലപ്പോൾ പരസ്പരം കൈമാറിയിട്ടുണ്ടാവും. ഫോട്ടോസ് നമ്മുടെ മൊബൈലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അയാളുടെ മെസ്സേജസോ എഴുത്തുകളോ ടെക്സ്റ്റുകളോ മൊബൈലുകളിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇതിന് മുമ്പ് അദ്ദേഹം തന്ന ഗിഫ്റ്റുകളോ അദ്ദേഹം നമ്മോട് പങ്കുവച്ച ചില ഓർമ്മകളോ എന്തെങ്കിലുമുള്ള സ്മരണകളായിരിക്കും പലപ്പോഴും നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഓർമ്മകളെ പൂർണ്ണമായും ബേൺ ചെയ്ത് നശിപ്പിച്ചു കളയുക എന്നതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. അങ്ങനെയുള്ള ഗിഫ്റ്റുകളോ മറ്റോ ഉള്ള സാധനങ്ങളാണ് എങ്കിൽ പൂർണ്ണമായും നശിപ്പിച്ചു കളയുക. ആ കൂട്ടുകാരൻ കൂടുതലായി ഇടപെടുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എങ്കിൽ ആ സ്ഥലം നമ്മൾ ഒഴിവാക്കുക. മുമ്പ് ആ കൂട്ടുകാരുമായിട്ട് നമ്മൾ യാത്ര പോയ സ്ഥലങ്ങളാണ് എങ്കിൽ ആ യാത്ര പോയ സ്ഥലങ്ങൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇവതും ആ കൂട്ടുകാരുമായി കണ്ടുമുട്ടുന്നതിനെ പോലും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുക. എന്നാൽ നമുക്ക് വലിയ ഒരു വിജയം വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ ഒരു സംഭവം നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ആ കാര്യത്തെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുകയും പൂർണ്ണമായി ആ വിഷയത്തെ മറക്കുകയും ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ, ഇഷ്ടമുള്ള ആളെ മറക്കാൻ അദ്ദേഹം ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് അവർ യാത്രകൾ ധാരാളമായി ചെയ്യുക. യാത്ര ജീവിതത്തിൻ്റെ ഒരു അതിഭാഗ്യമാണ്. കാരണം അത് മനുഷ്യരെ പുതുപുത്തൻ അനുഭവങ്ങളിലേക്ക് നയിക്കാറുണ്ട്. യാത്രകൾ വെറുമൊരു മാറ്റം മാത്രമായിട്ട് കാണാൻ കഴിയില്ല. അതൊരു സംശോധനയാണെന്ന് പറഞ്ഞാലും തെറ്റല്ല. ഓരോ യാത്രയും നമുക്കൊരു പുതിയ ലോകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. പുതിയ സംസ്കാരങ്ങൾ, ആളുകൾ, ഭക്ഷണങ്ങൾ, ഭാഷകൾ, ഭൂദൃശ്യങ്ങൾ, ഇങ്ങനെ പലതും നമുക്ക് യാത്രയിലൂടെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തി യാത്ര ചെയ്യൽ മൂലം അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം ലഭിക്കുകയും മുൻകഴിഞ്ഞ അവൻ്റെ മാനസികമായ പ്രശ്നങ്ങൾക്ക് അതൊരു വലിയ പ്രതിവിധി ആവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ യാത്ര പോകുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, തൻ്റെ കാമുകനോടൊന്നിച്ച് അല്ലെങ്കിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഓർമ്മ ഉള്ള ആ വ്യക്തിയുമായിട്ട് മുമ്പ് യാത്ര ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് അവൻ പോകാൻ ഒരിക്കലും പാടില്ല. പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവനുമായിട്ട് സല്ലപിച്ച ആ സമയങ്ങൾ, അവളുമായിട്ട് സംവദിച്ച ആ സമയങ്ങൾ, അത് ചിലപ്പോൾ അവൻ്റെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കിയേക്കാം. അവൻ ആ മുന്നോട്ട് വെച്ച ലക്ഷ്യം ചിലപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. എന്നാൽ അടുത്ത ഒരു പോയിൻ്റാണ് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക. അഥവാ തൻ്റെ കാമുകനെക്കുറിച്ച്, താൻ മറക്കാൻ ഉദ്ദേശിക്കുന്ന ആളെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ നിരന്തരമായി മനസ്സിലേക്ക് കടന്നുകൂടുമ്പോൾ മനസ്സിനെ പെട്ടെന്ന് വേറെ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തെടുക്കുക. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഓർമ്മകൾ വരുന്നത് മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ പഴയ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് ചിന്തകൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട്
നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള, മോറൽഫുൾ ആയിട്ടുള്ള നല്ലൊരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പരിഹാരം കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു പോയിൻ്റാണ്, എപ്പോഴും എല്ലാ സമയങ്ങളും നമ്മൾ ബിസി ആയിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. പഴയകാല ഓർമ്മകൾ നമ്മെ മനസ്സിനലട്ടുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ്. അതുപോലെ മനഃശാസ്ത്രജ്ഞർ പറയുന്ന മറ്റൊരു പോയിൻ്റാണ്, നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ, നമ്മുടെ മനസ്സിന് വലിയൊരു കുളിർമയേകാൻ, പഴയ ഓർമ്മകൾ ഇല്ലാതായിത്തീരാൻ നമ്മൾ സ്വന്തമായി നമ്മെ സ്നേഹിക്കുന്നവരാവുക. ദിനേന ഒരു ചെറിയ സമയമെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. വലിയ സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകളാണെങ്കിലും ചെറിയൊരു സമയം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ച് തലപുകയണം, നമ്മൾ എന്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നമ്മെ സ്വയം നശിപ്പിക്കണം എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായി പക്വമായി നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, നമ്മൾ പെട്ടെന്ന് പുതിയ ഒരു ഫ്രണ്ട്സുകളെ നമ്മൾ കണ്ടെത്തുക. നമ്മെ നല്ല സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അവരുടെ ഇടയിൽ നമ്മൾ കൂടുതലായി സമയം ചെലവഴിക്കുകയും ചെയ്യുക. കേവലം ലോൺലിനെസ്സായി ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെ കൂട്ടമായി മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണവും അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ പാർപ്പിടം ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ നമുക്കുള്ള സൗകര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുക. ഭക്ഷണങ്ങൾ നല്ല ആസ്വദിച്ച് കഴിക്കുക. അതേപോലെ തന്നെ പാർപ്പിടത്തിൽ നല്ല സുഗമമായി ജീവിക്കാൻ നോക്കുക. സമാധാനം കൊണ്ടുവരേണ്ട നല്ല ക്ലീനും മറ്റു കാര്യങ്ങളുമായിട്ട് നല്ലൊരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കുക. ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ചോക്ലേറ്റ്സ്, കേക്ക്സ് ഇങ്ങനെ തുടങ്ങിയിട്ട് സ്നാക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടപ്പെടുകയും അങ്ങനെയുള്ളത് കഴിച്ച് മനസ്സിന് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക. ഈ പറയപ്പെട്ട മാർഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സന്തോഷവും സമാധാനവും കണ്ടെത്തിയതിന് ശേഷം മാത്രം ലവ് അഫെയർസിലാണോ നേരത്തെ വീണത്, ബ്രേക്കപ്പ് ആയത്, അതിൻ്റെ ടെൻഷനിലാണ്, അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു ഇവൻ സമയം ചെലവഴിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ വഴികൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിന് പൂർണ്ണമായും ശാന്തമായ ഒരു അവസ്ഥയിലെത്തിയതിനു ശേഷം മാത്രം അവന് പുതിയ ഒരു പങ്കാളിയെ കണ്ടെത്തുക. അതിനു മുമ്പാണ് അവൻ പുതിയൊരു പങ്കാളിയെ തേടി പോകുന്നത് എന്ന് ചിലപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ പറഞ്ഞ ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട്. ഏകദേശം 10ഓളം പോയിൻറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനോവിഷമം കൊണ്ട്, സങ്കടം കൊണ്ട്, ആരൊക്കെയുടെയോ ബുദ്ധിമുട്ടുകളെ കൊണ്ട്, ആരെങ്കിലും ഉപദ്രവിച്ചതുകൊണ്ട്, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിച്ചതുകൊണ്ട് വിഷമത്തിൽ കഴിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ്. ഇവിടെ ചിന്തിക്കേണ്ടത്, പാസ്റ്റിനെ ഒരിക്കലും നമുക്ക് തിരുത്താൻ കഴിയില്ല. പാസ്റ്റിൽ നടന്നതോ നടന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസൻറ്റ് ഈസ് യുവർ ടൈം. നിങ്ങളിവിടെ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റിനെയാണ്. കഴിഞ്ഞുപോയ പാസ്റ്റുകളെ ഓർത്ത് നിങ്ങളുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടവരല്ല. അതുപോലെ പാസ്റ്റ് നമുക്കുള്ള വലിയൊരു ലെസനായിരുന്നു. ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല, എങ്ങനെയുള്ള ആളുകളെയാണ് കൂട്ടുകാരാക്കേണ്ടത്, എങ്ങനെയുള്ള ആളുകളെയല്ല കൂട്ടുകാരെ ആക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ലെസനുകൾ നമുക്ക് ഈ ഒരു ബന്ധത്തിലൂടെ കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പാസ്റ്റിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ്, please subscribe for this channel. Please subscribe for this channel's existence. Thank you for all.